ഹായ് ഗൈസ്, എല്ലാവർക്കും മോട്ടോർ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. അതായത് പഴയ ബുള്ളറ്റിൻ്റെ റെസ്റ്റോറേഷൻ സീരീസ്. അത് ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 പാർട്ടായിട്ടായിരിക്കും നമ്മളത് ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയുള്ള ലായ്ക്കാടുള്ള സിബി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ്. ഇതായി ഇരിക്കുന്നതാണ് നമ്മുടെ സിബി എന്ന് പറഞ്ഞ ചേട്ടന്. പുള്ളി ഏകദേശം ഒരു 34 കൊല്ലമായിട്ട് ഇവിടെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പഴയ വണ്ടികളിലെ ഫുൾ റെസ്റ്റോറേഷൻ വർക്കുകളും അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ പണിയാണ് അല്ലേ? ബുള്ളറ്റിൻ്റെ പണി ആണ്. ബുള്ളറ്റിൻ്റെ ഓതറൈസ് സർവീസ് പോയിൻ്റ് ആണ്. അതായത് ബുള്ളറ്റ് മാത്രം പണിയത്തുള്ള വേറെ വണ്ടികളൊന്നും തന്നെ ഇവിടെ പണികൾ നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം 2 പഴയ വണ്ടികൾ ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന വണ്ടിയും അതുപോലെ തന്നെ ഈ വണ്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് വണ്ടി ഇരിപ്പുണ്ടോ? അകത്തും വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ വർക്ക് കംപ്ലീറ്റ് നടത്തുന്നത് കാണിക്കുന്നത് ഈ വണ്ടിയുടെയാണ്. ഇതിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതൊരു 96 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ഇപ്പോൾ ടെസ്റ്റിങ് കഴിഞ്ഞ മോഡലായിരുന്നു. അപ്പോൾ അത് നടത്തിയില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ അതിനായിട്ട് കംപ്ലീറ്റ് വർക്കുകൾക്കായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് കൊണ്ട് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് റീപ്ലേസ് ചെയ്യേണ്ടതെല്ലാം റീപ്ലേസ് ചെയ്ത് വർക്ക് ചെയ്തെടുക്കേണ്ടതെല്ലാം ചെയ്തെടുത്ത് ഫുള്ള് തിരിച്ച് അസംബിൾ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ വീഡിയോയെ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 3-4 പാർട്ടായിട്ടായിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ കഴിയുന്നത്. ഇത് നമ്മുടെ സുബിച്ചാൻ്റെ കൂടെ ഉള്ള ആളാണ് വിനോദ് അല്ലേ? വിനോദ് കൂടെ ഉള്ള ആൾ. പിന്നെ അകത്തോടെ ഇപ്പോൾ കയറിപ്പോയത് വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനാണ്. അങ്ങനെ ഇവർ 3 പേരുമാണ് നമ്മുടെ ഇവിടുത്തെ ഈ വർക്ക്ഷോപ്പിൽ മെയിനായിട്ട് പണിയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി വീട്ടിൽ നിന്ന് ഇവിടെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം. അത് കണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് ഇനി വണ്ടി കംപ്ലീറ്റ് ഡിസ്മാൻഡ്ലിങ്ങും പരിപാടിയിലേക്ക് കിടക്കാം.